ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുനില രാകേഷ്. ഇന്നത്തെ എൻ്റെ വീഡിയോ രക്ഷാബന്ധൻ സെലിബ്രേഷൻ്റെ ഇതാണ് കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ബാബി രാഖിയാണ്. ഇവിടെ ആങ്ങളമാരെ ഭാര്യമാരെ ബാബി എന്നാണ് പറയാട്ടോ. അപ്പോൾ രക്ഷാബന്ധന് വേണ്ടത് പച്ചരി, കുങ്കുമം, അതുപോലെ വിളക്ക് കത്തിച്ച് വെച്ച് എന്തെങ്കിലും സ്വീറ്റ്സ് വയ്ക്കും. വിളക്ക് കത്തിച്ചിട്ട് ഇപ്പം ഞാൻ ഇതിൽ കാട്ടിയ പോലെ ആങ്ങളമാരെ മുഖത്തിൻ്റെ നേരെ ഇങ്ങനെ ഇതാക്കും. അതെന്താ വെച്ചാൽ ആങ്ങളമാർക്ക് വിളക്കിൻ്റെ അനുഗ്രഹം അത് കൊടുക്കുന്നതാണ്. ആ പുക കൊടുക്കുമ്പോൾ ആങ്ങളമാർക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും എന്നാണ് ഇവിടുത്തെ വിശ്വാസം. അപ്പോൾ ഇതൊക്കെയാണ് വേണ്ടത്. ഇപ്പോൾ ഈ കാണുന്ന അത്രയ്ക്കും എനിക്ക് സഹോദരന്മാരുണ്ട്. 20 കൊല്ലമായിട്ട് എനിക്ക് ഇവിടെ ആയ കാരണം എൻ്റെ സഹോദരന്മാർക്ക് ആർക്കും രാഖി കെട്ടാൻ പറ്റാറില്ല. അപ്പോൾ എല്ലാവട്ടം ഞാൻ ഫോട്ടോസ് അയച്ചു കൊടുക്കുക ചെയ്യുക. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ യൂട്യൂബിലുള്ള ആങ്ങളമാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനെ സംബന്ധിച്ചൊരു 3 സ്റ്റോറി എനിക്കറിയാം. അല്ലാതെയും കുറേ സ്റ്റോറികളുണ്ട്. അപ്പോൾ ആ 3 സ്റ്റോറി എൻ്റെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യത്തേത് നമ്മുടെ ഓണായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ മഹാബലി ചക്രവർത്തിനെ വിഷ്ണു ഭഗവാൻ പാതാളത്തിൽ ചവിട്ടി താത്തുമ്പോൾ വിഷ്ണു ഭഗവാൻ ചോദിച്ചു ബലിയോട്, കാരണം ബലി വളരെ നല്ലൊരു മനുഷ്യനായിരുന്നല്ലോ. അപ്പം അങ്ങേക്ക് എന്താണ് ആഗ്രഹം, അങ്ങേക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ബലിരാജാവ് പറഞ്ഞു, അങ്ങ് എൻ്റെ കൂടെ പാതാളത്തിൽ ജീവിച്ചാൽ എനിക്ക് വളരെ സന്തോഷമായി എന്നറിയാം. അപ്പോൾ വിഷ്ണു ഭഗവാൻ തഥാസ്തു എന്ന് പറയും. അങ്ങനെ മഹാബലി പോകുമ്പോൾ കൂടെ നമ്മുടെ വിഷ്ണുവിനും പാതാളത്തിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ വിഷ്ണു ഭഗവാനെ ലക്ഷ്മിജി കുറേ നാൾ വെയിറ്റ് ചെയ്തിട്ടും വിഷ്ണു ഭഗവാൻ വരാണ്ടായപ്പോൾ ഈ ഒരു ദിവസത്തിലാണ്, ശ്രാവൺ മഹീനയിൽ ഈ ദിവസമാണ് പോയി ലക്ഷ്മി ഒരു രാഖി കൊണ്ടുപോയി നമ്മുടെ മഹാബലി ചക്രവർത്തിക്ക് കെട്ടിക്കൊടുത്തു. അപ്പോൾ രാഖി കെട്ടിയപ്പോൾ മഹാബലി ചോദിച്ചു പെങ്ങളോട്, എന്താണ് എൻ്റെ പെങ്ങൾക്ക് വേണ്ടതെന്ന്. അപ്പോൾ പെങ്ങൾ പറഞ്ഞു, എനിക്ക് എൻ്റെ ഭർത്താവിനെ തിരിച്ചു തരണം ആങ്ങളേന്ന്. അങ്ങനെ പെങ്ങൾ ചോദിച്ചൊരാഗ്രഹമല്ലേന്ന് വിചാരിച്ച് വിഷ്ണു ഭഗവാനെ തിരിച്ച് ലക്ഷ്മിക്ക് തന്നെ കൊടുത്തു. അതാണ് ഒരു കഥ. രണ്ടാമത്തെ കഥ, അത് കാരണം നമ്മുടെ ഓണം ഈ രക്ഷാബന്ധനൊക്കെ ഏകദേശം 1 മാസമാണ് വരുന്നത് കേട്ടോ. പിന്നെ വേറൊരു കഥയുള്ളതെന്ന് വെച്ചാൽ, ദേവാസുര യുദ്ധം നടക്കുമ്പോൾ ദേവന്മാർ ഇങ്ങനെ തോറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ട് വിഷമായ ഇന്ദ്രാണി എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ രാഖികൾ കൊണ്ടുപോയി എല്ലാ ദേവന്മാർക്കും കെട്ടിക്കൊടുക്കും. അങ്ങനെ എല്ലാ ദേവന്മാർക്കും രാഖി കെട്ടിയതിന് ശേഷം ആ യുദ്ധം ദേവന്മാർ ജയിച്ചു എന്നാണ് പറയുന്നത്. അതും ഈ ശ്രാവൺ മഹീനയിൽ ശുക്ലപക്ഷത്തിലാണെന്ന് പറയുന്നു. അതുപോലെ വേറൊരു സ്റ്റോറി കൃഷ്ണ ഭഗവാനായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ശിശുപാലനായിട്ടുള്ള യുദ്ധത്തിൽ കൃഷ്ണ ഭഗവാന്റെ കൈ മുറിഞ്ഞു. അപ്പോൾ കൃഷ്ണ ഭഗവാൻ വീട്ടിൽ വന്നപ്പോൾ സുഭദ്രാദേവി ഇത് കണ്ടപ്പോൾ ആങ്ങളേരെ കൈയെല്ലാം മുറിഞ്ഞു കാണണമെന്ന് വിചാരിച്ചിട്ട് സ്വന്തം സാരിയിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചെടുത്ത് ആങ്ങളേരെ കയ്യമ്മ കെട്ടിക്കൊടുത്തു. അത് കാരണമാണ് തുണി കൊണ്ടുള്ള രാഖിയാണ് കെട്ടേണ്ടത്. തുണി കൊണ്ടെന്ന് പറഞ്ഞാൽ നൂല്. ഇപ്പോഴത്തെ കാലത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ഇത് കിട്ടുന്നുണ്ട്, പക്ഷേ നൂല് കൊണ്ടുള്ള രാഖിയാണ് കെട്ടേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കെട്ടിയ ദിവസം ഇതാണെന്ന് പറയുന്നത്. ഈ എല്ലാ സ്റ്റോറിയുടെ ബന്ധിച്ചാണ് നമ്മുടെ ഈ രക്ഷാബന്ധൻ നടക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ എൻ്റെ യൂട്യൂബ് ബ്രദേഴ്സിനും എൻ്റെ സ്വന്തം ആങ്ങളമാർക്കും അതുപോലെ നാത്തൂമാർക്കും ഞാൻ ഫസ്റ്റ് ടൈമാണ് ബാബി രാഖി വാങ്ങിയത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയിട്ടത്. ഇതുവരെയ്ക്ക് എനിക്ക് ബാബി രാഖി ആരും കെട്ടിയിട്ടില്ല. അപ്പോൾ ഞാനിപ്രാവശ്യം എന്താ പറയുക, ഈ രാഖി വാങ്ങിയ എൻ്റെ നാത്തൂമാർക്ക് വേണ്ടിയിട്ട്, എൻ്റെ അനിയന്മാരെ ഭാര്യമാർക്കും ചേട്ടന്മാരെ ഭാര്യമാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടും, അതുപോലെ എൻ്റെ ആങ്ങളമാർക്കും, പിന്നെ എൻ്റെ യൂട്യൂബിലെ ബ്രദേഴ്സിനും. അപ്പോൾ വൺസ് അഗെയിൻ എല്ലാവർക്കും ഹാപ്പി രക്ഷാബന്ധൻ. ഇതുവരെയ്ക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ എവിടെ ഇരുന്നാൽ കാണണമെന്ന് വെച്ചാൽ കമൻ്റായി അത് ഇടണേ. അപ്പോൾ വൺസ് അഗെയിൻ എല്ലാവർക്കും താങ്ക് യു. രക്ഷാബന്ധൻ. ബൈ ബൈ. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, അങ്ങനെ ഇങ്ങനെയുള്ള നേരത്തൊന്നും രാഖി കെട്ടാൻ പാടില്ല. അതിനുള്ള മുഹൂർത്തമൊക്കെ ഉണ്ട്. ആ സമയത്ത് മാത്രമാണ് കെട്ടുക. അല്ലാത്ത സമയത്ത് കെട്ടുന്നത് ആങ്ങളമാർക്ക് ദോഷമാണെന്ന് പറയും. അപ്പോൾ എൻ്റെ മക്കളുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷാബന്ധന് കൈ നിറയും. ഈ രാഖി കെട്ടുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ രാഖി കെട്ടലല്ല, പെങ്ങന്മാർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം. അപ്പോൾ നല്ലൊരു പൈസ ഗിഫ്റ്റിനായിട്ട് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം പൈസ കൊടുക്കണമല്ലോ, ഗിഫ്റ്റ് കൊടുക്കണില്ല, പിള്ളേഴ്സൊക്കെ വലുതായ കാരണം.
അപ്പോൾ ഒന്ന് സ്കൂളിലും പിള്ളേർ രാഖി കെട്ടലും സെലിബ്രേഷനൊക്കെ ഞങ്ങളായിരുന്നു. നല്ല രസമായിരുന്നു കുഞ്ഞുമക്കൾ ഇങ്ങനെ രാഖി കെട്ടുന്നതൊക്കെ. അപ്പോൾ ശരിക്കും കെട്ടാറിയില്ല ഞങ്ങൾ ടീച്ചർമാർ. അപ്പോൾ അത് നന്നായി ഒന്ന് മുറുക്കി കെട്ടി കൊടുക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വൺസ് അഗെയിൻ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.